ഹായ്, ഞാൻ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 1ാമത്തെ ചാപ്റ്ററായ സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻ എന്തോ നിങ്ങളെ പാരലൽ ലൈൻ അല്ലെങ്കിൽ സമാന്തര വരകൾ നോക്കിക്കേ. ലൈൻസ് വിച്ച് ആർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് എവരിവെയർ ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ ആർ കാൾഡ് പാരലൽ ലൈൻ. നോക്കൂ നിങ്ങളെ, ഒരേ അകലം പാലിക്കുന്ന ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെ പറയുന്ന പേരാണ് സമാന്തര വരകൾ. കാണുന്നുണ്ടോ? ഒരേ അകലം പാലിക്കുന്ന ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെ സമാന്തര വരകൾ എന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നോക്കൂ നിങ്ങളെ, നമ്മൾ 2 വര വരയ്ക്കുക. നിങ്ങൾ ടെസ്റ്റിനകത്തിൽ റെയിൽവേ ട്രാക്കും പിന്നെ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും ഓർത്താൽ മതി. നമ്മൾ 2 വര വരച്ചു, കണ്ടോ? ഇത് ഇങ്ങനെ 2 വര വരച്ചു. ഈ 2 വരയിൽ ഇവിടുത്തെ അളവ് നോക്കണം, കണ്ടോ? ഈ അളവും ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ കണ്ടോ, ഇതെല്ലാം ഒരേ അളവാണ് അല്ലേ? അതാ പറഞ്ഞത്, ഒരേ അകലം ഇതിൻ്റെ തന്നെ കണ്ടോ, ഇവിടുത്തെ അതേ അകലമാണ് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അല്ല, അതിനൊരു മാറ്റവുമില്ല. അതുപോലെ ഒരേ അകലം, ഇതിനകത്ത് ഒരേ അകലം പാലിക്കുന്ന ഇവ രണ്ടും കൂടി എന്താണ്, ഇങ്ങനെ ഒരേ അകലം ആയതുകൊണ്ട് ഇവ രണ്ടും കൂടി ഒരിക്കലും ഒരു കാരണവശാലും അവ കൂട്ടിമുട്ടത്തുമില്ല. അങ്ങനെയുള്ള വരകൾക്ക് പറയുന്ന പേരാണ് എന്താണ്? സമാന്തര വരകൾ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ 2 എക്സാമ്പിൾ എടുത്തെങ്കിൽ ഇവിടെ അതുപോലെ ഉണ്ടോ, ഇത് 2 ലൈനാണ്. ഓക്കെ, നമ്മുടെ റെയിൽവേ ട്രാക്ക് ഓർത്താൽ മതി നിങ്ങൾ. 2 ലൈന്. അതെന്താണ്? അവിടുത്തെ അകലങ്ങൾ എപ്പോഴും നോക്കിക്കേ, മെഷർ വെച്ച് നിങ്ങൾ നോക്കിക്കേ. ഏതാണ്ട് കണ്ടോ, ഇവിടെ ഇപ്പോൾ എത്ര ആണോ ഇതിലല്ലേ, ഇതിപ്പോൾ ഞാൻ സെൻറ്റിമീറ്റർ ഒന്നും വെച്ചല്ല, നിങ്ങൾ അങ്ങനെ തന്നെ വരയ്ക്കണം. കണ്ടോ, ഇതിൻ്റെ എല്ലാം എന്താണ്, ഈ അകത്തെ അകലം ഒരേപോലെയാണ്. പക്ഷേ ഇവ എന്താണ്, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ എന്താണ് സമാന്തര വരകൾ എന്നാണ് നിങ്ങളെ എന്താണ്? ലൈൻസ് വിച്ച് ആർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം, അകത്ത് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം, എല്ലായിടവും എവരിവെയർ ആൻഡ് പക്ഷേ എന്താണ്, ഡു നോട്ട് മീറ്റ് എനിവെയർ. പക്ഷേ ഇതിൻ്റെ ഒരിടത്തും എന്താണ്, കൂട്ടിമുട്ടാനും പറ്റത്തില്ല. നോക്കിക്കേ, ഇവിടെ ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടോ, ഇത് കണ്ടോ, ഇവിടെയും ഞാൻ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നോക്കിയോ നിങ്ങളെ, ഇവിടെ നോക്കിക്കേ, അകത്ത് ഇവിടെ നോക്കിയേ, ഇത് നീളം കൂടുതലല്ലേ, ഇവിടെ നോക്കിക്കേ കുറവല്ലേ, ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോഴും എന്താണ്, കുറഞ്ഞു വരിക. അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ 2 വരകൾ തങ്ങളിൽ കൂട്ടിമുട്ടും. അപ്പോൾ ഇതെന്താണ്, ഒരിക്കലും ഒരു സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻ അല്ല. ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ മനസ്സിലായോ? ഫസ്റ്റ് എന്താണ് സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന്? ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ, ഇനി നോക്കിക്കേ, നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചതാണ് എന്താണ് രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ. എന്താണ് രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ? ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമ്മളൊരു ലൈൻ വരയ്ക്കുക, കണ്ടോ, ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക. ഈ ഒരു ലൈനെ കണ്ട കൂട്ടിമുട്ടിക്കൊണ്ട് മറ്റൊരു ലൈൻ വരയ്ക്കുക. മനസ്സിലായോ? ഒരു ലൈൻ വരയ്ക്കുക, അല്ലെ ഒരു വര വരയ്ക്കുക. അതിനെ എന്താണ് ഇവിടെ കണ്ടോ, കൂട്ടിമുട്ടുന്നില്ലേ? ഇങ്ങനെ കൂട്ടിമുട്ടിക്കൊണ്ടൊരു വര വരയ്ക്കുക. കണ്ടോ, ഇങ്ങനെ വരയ്ക്കുന്നതിന് എന്ത് പറയുന്നത്? ലീനിയർ പെയർ. ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് മാത്രമല്ലോ നിങ്ങളെ, ഇവിടെ ഇപ്പം നമുക്ക് എന്താണ്, ഞാനൊരു 60 ഡിഗ്രി ആണെന്ന് നമ്മളോട് പറയുക. എന്താണ്, ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? എപ്പോഴും ഓർക്കണം, ഒരു ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡിയുടെ മെഷർ എപ്പോഴും എത്രയാവും നിങ്ങളെ? 180 ഡിഗ്രി ആയിരിക്കും. അപ്പം നിങ്ങൾ എന്താണ്, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 180-ൽ നിന്നും തന്നിരിക്കുന്ന 60 അങ്ങ് മൈനസ് ചെയ്യണം. കൂട്ടി വെക്കുന്നവരുണ്ട്, അങ്ങനെ കൂട്ടരുത്. എന്താണ്, കുറയ്ക്കുമ്പോൾ എത്രയാണ്? 0. 18-ന്ന് 6 പോയാൽ 2, 1. അപ്പോൾ ഇവിടെ എത്രയാവും നിങ്ങളെ? 120. ഇതാണ് സംഭവം. ലീനിയർ പെയർ മനസ്സിലായോ? ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ ഈ ചാപ്റ്ററിൽ. ലീനിയർ പെയർ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മളൊരു ലൈൻ വരയ്ക്കുക, ആ ലൈനെ കൂട്ടിമുട്ടിക്കൊണ്ടൊരു ലൈൻ. കണ്ടോ, ഇതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മനസ്സിലായോ? ഒരു ലൈൻ വരയ്ക്കുക, ആ ലൈനിലെ കൂട്ടിമുട്ടി ഒരു രേഖ വരയ്ക്കുക, അല്ലെ ഒരു ലൈൻ വരയ്ക്കുക. എന്താണ്ടേ ഈ ഇത്രയും പറയുന്ന സംഭവത്തിന് പറയുന്ന പേരാണ് ലീനിയർ പെയർ. അതായത് ഏതെങ്കിലും ഒരു വശം നമുക്ക് പരീക്ഷയ്ക്ക് തരും.
ഒരു വശം ഏതെങ്കിലും ഒരു വശം തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വശമാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർത്തോണം ലീനിയർ പെയർ ആണോ അല്ലെങ്കിൽ രേഖീയ ജോഡിയാണോ. ഞങ്ങൾക്കറിയാം 180 ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. അത് എവിടെ ഇട്ട് വരച്ചാലും നമുക്കറിയാവുന്ന ഒരു ഉറപ്പ് വേണം. 180 നിന്നും തന്നിരിക്കുന്നത് എത്ര ആണോ അതങ്ങ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറയുക, അതാണ്ട് മെഷർ ഒന്നും തന്നിട്ടില്ല, അതാണ്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, നേരെ കുത്തനെ ഇതിനെ പെർപെൻഡിക്കുലർ ഒരു ലൈൻ കണ്ടേ ഇങ്ങനൊരു കട്ടയെ അതിൻ്റെ മൂട്ടിലിട്ടേക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ വല്ല പോസ്റ്റ് വല്ലതും പണിയുന്നുണ്ടെന്നോ വല്ലതും അല്ല, അതിൻ്റെ അർത്ഥം അവിടെ 90 ഡിഗ്രി ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു ലൈൻ വരയ്ക്കുക, അതിനെ ലംബമായിട്ട്, അതായത് പെർപെൻഡിക്കുലർ ലൈൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ 90 ഡിഗ്രി ആണെന്നാണ്. ഇവിടെ 90 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ലൈൻ വരച്ചിട്ട് അതിനെ വേറൊരു ലൈൻ വന്ന് കൂട്ടിമുട്ടുമ്പോൾ അതിനെ ലീനിയർ പെയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? നമുക്കറിയാം ഇവിടെ എത്ര വരേണ്ടത്? 180 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 90. എത്ര ബാക്കി? ഇവിടെ അപ്പോൾ എത്ര? 90. നേരെ ഇരിക്കുകയാണെങ്കിൽ എപ്പോഴേ ഓർത്തോണം എന്താ ഇവിടെ 90 ആണെങ്കിൽ ഇവിടെയും 90 ആയിരിക്കുമെന്ന്. അപ്പോൾ നോക്കൂ നിങ്ങളെ, നമ്മൾ പറഞ്ഞ എന്താണ്? നേരെ ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ നോക്കിയേ, മെഷർ ഒന്നും തന്നിട്ടില്ല. ഞാൻ പറയാം ഇവിടെ ഒരു 130 130 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾ ഇങ്ങനെ ഒരു ലീനിയർ പെയർ തന്നു കഴിഞ്ഞാൽ, ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡികൾക്ക് എപ്പോഴും എത്രയാണ്? 180 ആണ്. എത്രയാ? 180. അപ്പോൾ എന്ത് ചെയ്യണം? 180ൽ നിന്നും എത്ര കുറയ്ക്കണം? 130 അങ്ങ് എത്രയാണോ തന്നിട്ടുള്ളത് അത് കുറയ്ക്കണം കേട്ടോ. അത് കുറയ്ക്കുമ്പോൾ നോക്കിക്കേ എത്ര വരും? ബാക്കി 50 വരും അല്ലേ? 8 ന് 3 പോയാൽ 50. കുറച്ച് തന്നെ നോക്കണം. അപ്പോൾ ഇവിടെ എത്ര? 50. അപ്പോൾ അതിന് സംശയമില്ലല്ലോ. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്ററാണ്. എന്താണ് പാരലൈൻ എന്താണെന്ന് അത് പഠിച്ചത്. അതായത് ഒരിക്കലും കൂട്ടിമുട്ടാത്ത ഒരേ അകലം പാലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാന്തര വര അല്ലെങ്കിൽ രേഖീയ പാരലൈൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്തിൽ പഠിച്ചത് ലീനിയർ പെയർ എന്താണെന്നാണ്. എപ്പോഴും ഓർത്തോണം എന്താണ് ലീനിയർ പെയർ? 180 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് നേരെ നിങ്ങൾക്ക് അറിയാവോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മെഷർ തരത്തില്ല. ഇവിടെ ഒരു ഇവിടെ ഒരു കട്ട പോലൊരു സാധനം. അതിപ്പോൾ ഈ കട്ട ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓർത്തോളം നേരെ ആയിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എത്ര? 90 ഡിഗ്രി ആണ് കേട്ടോ. കുഞ്ഞുങ്ങളെ മറക്കല്ലേ, 90 ഡിഗ്രിയാണ്. അപ്പോൾ അത് 90 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 90 ആയിരിക്കും. ഇനി ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മെഷർ നിങ്ങൾ തന്നെ ഇതുപോലെ വരച്ച് ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ തന്നെ വരച്ചിട്ട് അങ്ങനെ എഴുതി നോക്കണം. എത്ര? ഇവിടെ ഏതെങ്കിലും ഒരു മെഷർ കൊടുത്തിട്ട് ഇപ്പുറത്ത് എത്ര, അല്ലെ ഇവിടെ ഇട്ടിട്ട് ഇവിടെ എത്ര എന്നൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കുമ്പോൾ ലീനിയർ പെയർ നിങ്ങൾ ഓക്കെ ആവും. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഈ ചാപ്റ്റർ അങ്ങ് മനസ്സിലാവാൻ വേണ്ടി നോക്കൂ. ഇനി നമ്മൾ പഠിക്കുന്ന നോക്കിക്കേ, ഒരു ലൈൻ തന്നു. മുമ്പ് നമ്മൾ എന്താണ് ഈ ലീനിയർ പെയർ എന്ന് വെച്ചാൽ നമ്മുടെ പകുതി മാത്രമേ മുമ്പ് നമ്മളെ ഇപ്പോൾ നമ്മുടെ ഇത്രയായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ വര ഇങ്ങനെ താപ്പോട്ടാക്കി. എന്താണ്? അതായത് ഞാൻ കാണുന്നുണ്ടോ നിങ്ങളെ? ഒരു ലൈൻ ഇട്ടു, ഇതാണ്ട് ഇങ്ങനെ താപ്പോട്ടങ്ങിട്ടു. ഇവിടെ ഞാൻ പറയുന്നു ഇവിടെ ഒരു 60 ഡിഗ്രി ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. എത്ര നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? 60 ഡിഗ്രി ഉണ്ടെന്ന് പറയാം. അപ്പം നിങ്ങൾ ഓർത്തോണം അതിൻ്റെ ഓപ്പോസിറ്റും എത്രയായിരിക്കും? 60 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഒരു ലൈൻ പോകുന്നുണ്ട്, അതിനെ മുറിച്ച് ലൈൻ വിട്ടേക്കാണ്. എപ്പോഴും ഓർത്തോണം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ലൈനെ മുറിച്ച് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എത്ര? ഇത് 180 ആണെന്ന് നമുക്കറിയാം അല്ലേ? 180 നിന്ന് 60 പോയാൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 120 ആണ്. ഇവിടെ ഇതാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തുമായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതങ്ങ് കാണാതെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള കണക്കെല്ലാം ചെയ്യാൻ പറ്റും. അതായത് ഞാനിവിടെ നിങ്ങൾക്ക് ആദ്യമേ 60 മാത്രമേ തന്നിട്ടുള്ളായിരുന്നു. 60 ഈ 60 ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റും എന്തുമായിരിക്കും? 60 ആയിരിക്കും. ഇനി എപ്പോഴും നമുക്കറിയാം ഒരു ലീനിയർ പെയർ എന്ന് പറയുന്നത് എന്താ? 180 ആയിരിക്കും അല്ലേ? 180. അപ്പോൾ നമുക്ക് 60 തന്നെങ്കിൽ ബാക്കി 120. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതങ്ങ് ഓർത്താൽ മതി. ഇതെത്രയാണോ? 120 ആകുമ്പോൾ ഇവിടെ 120, ഇവിടെ 60 ആകുമ്പോൾ ഇവിടെ 60. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ. ഇവിടെ ഒരു 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രി ആണെങ്കിൽ നോക്കൂ നിങ്ങളെ, അതിൻ്റെ ഓപ്പോസിറ്റ് എന്തുമായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? 50 ഡിഗ്രി ആയിരിക്കും. ആണല്ലോ. ഇനി നമുക്കറിയാം മുകളിൽ എത്ര വരേണ്ടത്? 180 ആണ് വരേണ്ടത് അല്ലേ? 180ൽ എത്ര ഉണ്ട്? 50 ഉള്ളൂ. അപ്പോൾ ഇവിടെ ബാക്കി എത്ര വരണം? എന്താ 180 നിന്ന് 50 ഞാൻ കുറയ്ക്കണം. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? കുറച്ച് നോക്കണേ, വേണേ മാറ്റിയിടണോ? 180ൽ നിന്നും കാണാൻ പറ്റുന്നുണ്ടോ? 180ൽ നിന്നും 50 മൈനസ് ചെയ്യണം. 0. 8 ന് 5 പോയ 3 1.
അപ്പോൾ എത്ര വരും കുഞ്ഞുങ്ങളെ? 130 ഇതിൻ്റെ ഓപ്പോസിറ്റിൽ വന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ആ ഇൻറ്റു ഓർത്താൽ മതി. ഇവിടെ 130 ഞങ്ങൾക്കറിയാം ടീച്ചറെ, ഇവിടെ 130 അല്ലേ? അപ്പം അത് തന്നെയാണ് ദാണ്ട് ഇവിടെയും തന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് എളുപ്പം സമയം ലാഭിക്കരുതോ? ഈ തന്നിരിക്കുന്നതന്നെയാണ്. അത് ഇവിടെ 50 അതിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾക്കറിയാം എത്ര? 50 ഡിഗ്രിയാണ്. ഇനി 50 ഞങ്ങൾക്കറിയാം ഇവിടെ 130 ഡിഗ്രിയാണെന്ന്. അവിടെ 130 അതിൻ്റെ ഓപ്പോസിറ്റും 130 ഞങ്ങൾക്ക് അറിയാം ടീച്ചർ. ഓക്കെ ആണോ? ഇനി നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളോട് ഇതിപ്പം നമ്മൾ ഈ ടെസ്റ്റിൽ ഇതേലെ കണക്ക് കിടപ്പുണ്ടോ നിങ്ങളെ നോക്കിക്കോണേ. ഇനി നോക്കിക്കേ, ഈ എ ബിക്ക് പാരലാണ് ആരാണ്? എ ബിക്ക് പാരലാണ് നമ്മുടെ സി ഡി. നോക്കൂ നിങ്ങൾ, ഏതാണ്ട് എ ബിക്ക് പാരലൽ എന്ന് പറയുന്നതിന് ഏതാണ്ട് ഈ 2 വരയാണ് കേട്ടോ. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, എന്താണ് ഇവിടെ എ ബിക്ക് പാരൽ എന്ന് വെച്ചാൽ എന്താ? ഒരേ അകലമാണ്, അവരൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. മനസ്സിലായില്ലോ? ഒരേ അകലമാണ്, അവർ ഒരിക്കലും കൂട്ടിമുട്ടാതെ പോകുന്നതാണ് എ ബിയും സി ഡിയും. ആരൊക്കെയാ? എ ബിയും സി ഡിയും. എ ബിക്ക് പാരലിന് കൊടുക്കുന്ന കണ്ടോ, പാരലാണ് സി ഡി. അങ്ങനെയാണെങ്കിൽ നോക്കൂ കുഞ്ഞുങ്ങളെ, ഒരു എക്സാമ്പിളിലൂടെ ഇവിടെ നോക്കിക്കേ. 120 ആണ്. 120 ആണെങ്കിൽ ഓർത്തോണം, അതിൻ്റെ ഓപ്പോസിറ്റീവ് ആരായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ഇവിടെ മേലിൽ എത്ര വരണമെന്നാണ് പറഞ്ഞേ? 180 ആണ്. 180ൽ നിന്നും 120 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 60 ഡിഗ്രി. 60 വന്ന എങ്ങനെയാണെന്ന് അറിയാമോ കുഞ്ഞുങ്ങളെ? അതായത് മുകളിൽ നമ്മൾ പറഞ്ഞു എത്ര വരേണ്ടത്? രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ 180 ആണ്. 180ൽ നമുക്ക് എത്ര, ഏതെങ്കിലും ഒരു വശമേ നമുക്ക് തരത്തുള്ളൂ. 120 നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 120 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റും ഓപ്പോസിറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് 120 ആണ്. ഇനി 120 ഇവിടെ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മുകളിൽ 180 ആണ്. ഈ 180ൽ നിന്നും 120 പോയാൽ ബാക്കി 60 ആണ്. നോക്കൂ കുഞ്ഞുങ്ങൾ, അത് തന്നെയല്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് 60. നിങ്ങൾ ഇൻറ്റു ഇത് ഓർത്താൽ മതി. ഇവിടെ എന്താണോ വരുന്നത് അതായിരിക്കും ഇവിടെ, ഇവിടെ എന്താണോ വരുന്നത് അതായിരിക്കും ഇവിടെ. ഇതങ്ങ് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ 120 ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 60. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ സംഭവം കാണുമ്പോഴേ മനസ്സിലാവും. ഇത് ടെസ്റ്റിലേക്കാണേ. നോക്കൂ, നമ്മൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അതാണ്ട് ഇസഡ് എന്താ കണ്ടോ? ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ഇസഡിൽ ഇവിടെ ഒരു 45 കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. അവിടെ 45 ആണെങ്കിൽ ഇവിടെ എത്ര ആണ് നിങ്ങളോട് ചോദിക്കുക. ഈ ഇസഡ് എന്ന് പറയുന്നത് നോക്കിയോ കുഞ്ഞുങ്ങളെ, ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഒരു ലൈൻ വരയ്ക്കുക, കണ്ടോ? കാണുന്നുണ്ടോ? 2 പാരൽ ലൈനുകളാണ്. അതിനെ എന്താണ് അവിടെ മുറിച്ചൊരു ലൈൻ പോയിട്ടുണ്ട്. അവിടെ ഇസഡ് എന്ന് നിങ്ങൾക്ക് തെളിഞ്ഞു കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇസഡ് കണ്ടോ? നമുക്കിതിനെ ഈ ഇസഡ് അല്ലേ നിങ്ങളോട് ചോദിച്ചത്. ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? 45 തന്നെയായിരിക്കും. നമ്മൾ പഠിച്ച 45. ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? ഇവിടെ എന്താ? 45 ആയിരിക്കും അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് 40. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ ഇവിടെ എത്ര ആണെന്നല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എത്രയായിരിക്കും? 45 തന്നെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഈ ഇസഡ് നമ്മുടെ ഈ പടത്തിനകത്തിൽ നിന്ന് കണ്ടോ? ഇസഡ് വരുമ്പോൾ അവിടെ എത്രയാണ്? അതായത് ഇവിടെ 45 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്തുമായിരിക്കും? 45 ആയിരിക്കും അല്ലേ? അതിൻ്റെ തൊട്ട് മുകളിൽ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് 45. അപ്പോൾ ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ 45. ഇവിടെ എത്ര ആയിരിക്കും? 180ൽ നിന്നും 45 കുറച്ചാൽ ഇവിടെ കിട്ടും. അതെത്രയാണോ അതായിരിക്കും ഇവിടെ കിട്ടുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഒരു 40 ഡിഗ്രിയുടെ കേട്ടോ. എന്ന് പറഞ്ഞ 40 ഡിഗ്രി. അതും നമുക്കെന്താ, നമുക്കൊരു റഫ് പേപ്പറിൽ ചെയ്ത് നോക്കാന്നുണ്ട്. അതിനെ നേരെ അങ്ങോട്ട് വരയ്ക്കുക, ഈ ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വിടുക. നമുക്കറിയാം ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 40 ആയിരിക്കും ഇല്ലയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ എന്ന് പറയുന്ന ഒരെണ്ണമല്ലേ കൊടുത്തേ? ഞാനത് തിരിച്ച് വെച്ച് കാണിച്ചാൽ ആ എന്നിനെ നോക്കിക്കേ, ഇങ്ങനെ അങ്ങോട്ട് കണ്ടോ? ഇത് ഇപ്പം നമ്മൾ വരച്ച് പഠിച്ച സംഭവം തന്നെയല്ലേ അല്ലേ? അപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ എൻ്റെ തൊട്ട് മുകളിലും 40 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഇവിടെ 40 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റും എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? 40. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്ര? 40. ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും കേട്ടോ. ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. അടുത്ത നോക്കിക്കേ. ഇനി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ ഇപ്പം പഠിച്ചതിൽ ഇത് ടോപ്പ് റൈറ്റ് ബോട്ടം റൈറ്റ്, ടോപ്പ് റൈറ്റ് ബോട്ടം റൈറ്റ്,
ടോപ്പ് ലെഫ്റ്റ്, അതായത് നമ്മുടെ കൈയുടെ ഈ ഭാഗം വലത്തെ കൈ എന്താണ് റൈറ്റും, ഇടത്തെ കൈ എന്താണ് ലെഫ്റ്റുമാണ് അല്ലേ, ലെഫ്റ്റും റൈറ്റും. ഈ ലെഫ്റ്റും റൈറ്റിൽ ഇതെന്താ ടോപ്പ് എന്ന് വെച്ചാൽ മുകളിൽ, ബോട്ടം എന്ന് വെച്ചാൽ താഴെ അല്ലേ. മുകളിൽ ഈ വരയുടെ മുകളിൽ ടോപ്പ്, ആ വരയുടെ താഴെ ബോട്ടം, ഈ വരയുടെ മുകളിൽ ടോപ്പ്, വരയുടെ താഴെ ബോട്ടം. അപ്പോൾ ഇത് രണ്ടും റൈറ്റും ഇത് രണ്ടും ലെഫ്റ്റുമാണ്. അതിന് സംശയമുണ്ടോ നിങ്ങളെ? സംശയം വരരുതേ, ഞാൻ അവിടെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. ടോപ്പ് ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഇടതുവശം, ലെഫ്റ്റ് ടോപ്പ് എന്ന് വെച്ചാൽ മുകളിൽ, ബോട്ടം എന്ന് വെച്ചാൽ താഴെ. കണ്ടോ, എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണുകൾ, മലയാളക്കാർക്ക് സമാന കോണുകൾ, ഇംഗ്ലീഷുകാർക്ക് കറസ്പോണ്ടിങ് ആംഗിൾ എന്താണ്? ഇത്രയേ ഉള്ളൂ. ഈ പാഠം നിങ്ങളങ്ങ് പഠിക്കണം. അതായത് വരുന്നത് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് വെച്ചാൽ ഈ പടം കാണുന്നുണ്ടോ നിങ്ങളെ? കണ്ടോ, അതായത് ഒരു 2 ലൈൻ വരയ്ക്കുക. ഈ ലൈനിൻ്റെ മുകളിൽ ഇവിടെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കണ്ടോ, ഇവിടെ ആയിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ. മനസ്സിലാവുന്നുണ്ടോ? ഇതങ്ങ് മനസ്സിലാക്കി നല്ലതുപോലെ വെച്ചേക്കണം. മിക്ക ഉള്ളവർക്കും ഇത് തെറ്റിപ്പോകുന്നതാണ്. കറസ്പോണ്ടിങ് ആംഗിൾ ലെഫ്റ്റ് മുകളിലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ എടുക്കണം. കണ്ടോ, ഇനി നോക്കിയേ, ഇതെന്താ ബോട്ടത്തിൻ്റെ, അതായത് താഴെയല്ലേ, ലെഫ്റ്റ് സൈഡിൽ താഴെയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ താഴെ വേണം എടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇനി റൈറ്റ് സൈഡിൽ മുകളിലാണ് എടുക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ മുകളിൽ തന്നെ, മുകളിലും താഴെ എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാട്ടോ ബോട്ടം ഇതിൻ്റെയും താഴെയാണ് എടുക്കുന്നത്, ഇവിടെയും താഴെയാണ് എടുക്കുന്നത്. ഇത് ഈ പറയുന്നത് നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് ഒരു പടം വരച്ചിട്ട് ഇതുപോലൊരു പടം തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ കണ്ടുപിടിക്കുക. അന്നേരമാണ് ഈ പെട്ടുപോകുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറയുമ്പം ആദ്യം നമുക്കത് എന്താണെന്ന്, സമാനമായിട്ടുള്ള കോണുകൾ, സമാനം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഒരുപോലെയുള്ള അല്ലേ. അപ്പം മുകളിൽ ആരാണ്? ഇവിടെ ഇപ്പോൾ 20 തന്നെന്ന് വെച്ചാൽ ഇവിടെ എന്തുമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്? 20 ആയിരിക്കും. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും 40. ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾ. മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ 80 ആണെങ്കിൽ ഇവിടെയും 80 ആയിരിക്കും. ഇവിടെ 90 ആണെങ്കിൽ, 100 ആണെങ്കിൽ ഇവിടെ ഒരു 100 ആയിരിക്കും. ഇതാ സംഭവം. ഇതിനെ എന്താ പറയുന്നത്? കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണുകൾ. ഇതങ്ങ് നല്ലപോലെ കാണാതെ പഠിച്ചേക്കണേ നിങ്ങളെ, കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ആൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണുകൾ എന്താണ്? മുമ്പ് നമ്മൾ സമാന കോണുകൾ പഠിച്ചില്ലേ. ആൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലെങ്കിൽ മറുകോൺ എന്നാൽ എന്താണ്? മറുകോണെന്ന് എടുത്താൽ ഓപ്പോസിറ്റ് ആവും നിങ്ങളെ. നോക്കിയേ, ടോപ്പ് റൈറ്റ് ആണെങ്കിൽ ബോട്ടം ലെഫ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ വെളിയിലല്ലേ, വെളിയിലാകുമ്പോൾ ഇതിൻ്റെ താഴത്തേത് വെളിയിൽ. മനസ്സിലായോ? ടോപ്പ് റൈറ്റ്, ബോട്ടം ലെഫ്റ്റ്. എല്ലാവർക്കും ഇതാ തെറ്റുന്നത്. അതിനാണ് ഞാൻ ഈ പടം തന്നെ വരച്ച് നിങ്ങളോട് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ബോട്ടം ലെഫ്റ്റ് ആണെങ്കിൽ ടോപ്പ് റൈറ്റ് ആയിരിക്കും. അകത്തെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അകത്തെ തന്നെ. ഓക്കെ. ഇനി വെളിയിലെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വെളിയിൽ. ഓക്കെ, വെളിയിലല്ല ഇത് വെളിയിലോട്ടേ അല്ലേ. വെളിയിലാണെങ്കിൽ ഇവിടെയും വെളിയിലോട്ടത്തെ. ഇവിടെ നമ്മൾ അകത്തെയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെയും അകത്തെ. ഇവിടെ നോക്കിക്കേ, ടോപ്പ് ലെഫ്റ്റിലെ അതും വെളിയിലോട്ടുള്ളതല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ബോട്ടം റൈറ്റ് വെളിയിലോട്ട്. ഇവിടെ നോക്കിയേ, ബോട്ടം റൈറ്റ് അകത്തെ അല്ലേ. അപ്പോൾ ഇവിടെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആംഗിൾ മറുകോൺ എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അവിടെ വരെ നോക്കിക്കേ നിങ്ങളെ. എന്തെങ്കിലും സംശയമുണ്ടോ? ആൾട്ടർനേറ്റീവ് ആംഗിൾ, മറ്റേതെന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ എന്താണ്? സമാന കോൺ, ഒരുപോലെ. മുകളിലാണെങ്കിൽ മുകളിൽ, താഴെയാണെങ്കിൽ താഴെ, അങ്ങനെ വരുന്ന. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആൾട്ടർനേറ്റീവ് ആംഗിൾ. ഇനി അതിനകത്തിൽ തന്നെ ഉണ്ടോ നിങ്ങളെ കോ ഇൻറ്റീരിയർ ആംഗിളും കോ എക്സ്റ്റീരിയർ ആംഗിളും. ഇൻറ്റീരിയർ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താ? അകത്തുള്ള കോണുകൾ. ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ അകത്തുള്ള കോൺ. നോക്കിക്കേ, അകത്ത് വരുന്ന കോണുകൾ. ഇത് രണ്ടും അകത്തുള്ളതല്ലേ, ഇത് രണ്ടും അകത്തുള്ളതല്ലേ. ഈ 4 അകത്തുള്ളതായതുകൊണ്ട് അതിനെ ഇൻറ്റീരിയർ കോണുകൾ എന്ന് പറയുന്നു. ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നു. ആംഗിൾ കേട്ടോ, ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നു. അങ്ങനെ ആകുമ്പോൾ വെളിയിലോട്ടുള്ളതിനെ കോ എക്സ്റ്റീരിയർ ആംഗിൾ എന്നും പറയുന്നു. ഓക്കെ ആണോ നിങ്ങളെ? അകത്തുള്ളതിനെ കോ ഇൻറ്റീരിയർ ആംഗിൾ എന്നും വെളിയിലോട്ടുള്ളതിനെ കോ എക്സ്റ്റീരിയർ ആംഗിൾ എന്നും പറയുന്നു. ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് സമാധാനത്തെ നോക്കി എഴുതി പഠിക്കണം. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, കേട്ടോ. ഇത് ഇത്രേ പറയുന്നുള്ളൂ. ഓക്കെ,
ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഇനി നിങ്ങളോട് ഇപ്പോൾ ഒരു പടം വരച്ചിട്ട് അതിന് മുമ്പ് പാരലോഗ്രാമിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങളെ. പാരലോഗ്രാം എന്ന് വെച്ചാൽ സമാന്തരം കേട്ടോ, സാമാന്തര്യം. പാരലോഗ്രാം കേട്ടോ, പാരലോഗ്രാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണ്ടോ. മലയാളംകാർക്കും ഇംഗ്ലീഷുകാർക്കും വായിക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തോ നിങ്ങളെ, ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും എത്ര 4 സെൻറ്റിമീറ്റർ എന്നാണ് ഇവിടെ. അതായത് ഇത് രണ്ടും എന്താണ്, അതായത് AB-ക്ക് പാരലാണ് DC. കാരണം എന്താണ്, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവരെന്താ ഒരു കാരണവശാലും കൂട്ടിമുട്ടുന്നില്ല, ഇല്ലല്ലോ. അപ്പോൾ AB-ക്ക് പാരലാണ്, പാരലിന് കൊടുക്കുന്നുണ്ടോ ആരാണ്, DC. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, AD-ക്ക് പാരലാണ് BC. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പാരലോഗ്രാം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് 2 ജോഡി പാരലോഗ്രാം ഇതിലുണ്ടെന്ന്. ഒന്ന് ഇതും കണ്ടോ, ഒന്ന് ഇതും ഇവയെ തങ്ങളിൽ എന്താ നമുക്ക് അങ്ങോട്ട് മേപ്പോട്ട് കണ്ട് ഇപ്പം ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ വരച്ചു പോവാം. അവരെന്താണ് ഒരു കാരണവശാലും കൂട്ടിമുട്ടുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയാലും എന്താണ്, അവരൊരു കാരണവശാലും കൂട്ടിമുട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പാരലോഗ്രാം എന്ന് പറയുന്നു. ഇനി നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതേ ഉള്ളൂ നിങ്ങളെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2 ലൈൻ വരയ്ക്കുക, അതിനൊരു വര വരയ്ക്കുക. ഇനി ഞാൻ ഓരോ പേര് ഇപ്പോൾ ABCDEF ഇവിടെ ഒരു 40 അല്ലെങ്കിൽ 120 ഡിഗ്രി മാത്രം കൊടുക്കുക. നിങ്ങൾ ഇതിൻ്റെ ബാക്കി എത്രയൊക്കെയാണെന്ന് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തിലെ ആൾട്ടർനേറ്റീവ് ആംഗിൾ എത്രയാണ്, ഇൻറ്റീരിയർ ആംഗിൾ എത്രയാണ്, എക്സ്റ്റീരിയർ ആംഗിൾ ഏതാണ്, പിന്നെ എന്താ നമ്മൾ പഠിച്ച കറസ്പോണ്ടിങ് ആംഗിൾ എന്താണ്. ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി തന്നെ പഠിക്കണം. മുമ്പ് നമ്മൾ പഠിച്ചില്ലേ എന്താണ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും, പിന്നെ അതിലും ഉപരി എന്താണ് നിങ്ങൾ പഠിച്ച കറസ്പോണ്ടിങ് ആംഗിൾ, ആൾട്ടർനേറ്റീവ് ആംഗിളും എന്തോന്ന് പഠിച്ചില്ലേ. അപ്പോൾ അതെന്താണ് ആ അളവ് വെച്ചിട്ട് നിങ്ങളോട് എഴുതാൻ ചോദിക്കും. അതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനവിടെ 120 കാണിച്ചെങ്കിൽ എന്താ ഇത് ബോട്ടം റൈറ്റ് അല്ലേ, ബോട്ടം റൈറ്റ്, അടിഭാഗത്തെ വലതുവശം, വലതും ഇടതും ഓർത്തോണം. ബോട്ടം എന്ന് വെച്ചാൽ അടിയിൽ, ടോപ്പ് എന്ന് വെച്ചാൽ മുകളിൽ. ബോട്ടം ടോപ്പ് അല്ലേ, എല്ലാത്തിൻ്റെയും ബോട്ടവും ടോപ്പും അറിഞ്ഞിരിക്കണം. അപ്പം ഇവിടെ നമ്മൾ പഠിച്ചായിരുന്നു എന്താ ആൾട്ടർനേറ്റീവ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്നതാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിനകത്തിൽ ഓപ്പോസിറ്റ് വരുന്നത് ആരൊക്കെയാണ്. പിന്നെ കറസ്പോണ്ടിങ് എന്ന് വെച്ചാൽ എന്താ സമാനമായിട്ട്, ഇപ്പോൾ ഇവിടെ ഇതാണെങ്കിൽ ഇവിടെ ആയിരിക്കും അല്ലേ, ഇവിടെ നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും. അപ്പോൾ സമാനമായിട്ടുള്ളതാണ് കറസ്പോണ്ടിങ് ആംഗിൾ. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ വൃത്തിയായിട്ട്. ഇനി ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടിയൊക്കെ ഉണ്ട് നിങ്ങളെ. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.